നമ്മുടെ രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയിട്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഒന്നും പറയാത്തത്? അവ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ പാറ്റയെന്നോ പല്ലിയെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വലിയ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ പറ്റി ഇവർ വാചാലരാകാത്തത്? എന്നാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് വലിയ തോതിൽ വലിയ വാചക കസർത്ത് നടത്തുകയും ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ നമ്മളുടെ ISROയ്ക്ക് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന വലിയ ഓർഗനൈസേഷന് ഒരു വലിയ അവാർഡ് കിട്ടുന്നു. ഗൊദ്ദാർഡ്സ് ഓസ്ട്രോനോട്ട്സ് അവാർഡ് എന്ന് പറയുന്ന അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഘടന AIAA ഇത് നൽകിയ ഒരു പുരസ്കാരമാണ് നമ്മുടെ ISROയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വാർത്ത മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തമസ്കരിക്കുന്നത്? ഈ വാർത്ത വന്നതിന് ശേഷം തന്നെ ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞു, 24 അതിലേറെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെ പറ്റിയിട്ട് വാർത്ത ആകപ്പാടെ ഒന്നോ രണ്ടോ വരി കൊടുത്തിരിക്കുന്നത് ഒന്നോ രണ്ടോ ദേശീയ മാധ്യമങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ളവർ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് തമസ്കരിക്കുന്നത്? കേരളത്തിലെ നമുക്ക് എത്രയേറെ ISROയുടെ ശാസ്ത്രജ്ഞന്മാർ പണിയെടുക്കുന്ന ISROയുടെ ഓഫീസുകൾ, വലിയ വലിയ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങളുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവയെ പറ്റിയുള്ള വിവരങ്ങൾ വെളിയിലേക്ക് വരാത്തത്? ഇത് ഗൂഢമാക്കി രഹസ്യമാക്കി വെക്കേണ്ട ഒരു കാര്യമാണോ? ഈ നേട്ടത്തെപ്പറ്റി നമ്മുടെ എത്ര യുവാക്കൾക്ക് പ്രചോദനമാകും? ഇപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന, ഇല്ലെങ്കിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ വലിയ പ്രചോദനമാകുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെപ്പറ്റി അഭിമാനിക്കാം എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു നേട്ടത്തെപ്പറ്റി എന്തുകൊണ്ടാണ് നമ്മളുടെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ അവർ അതിനെപ്പറ്റി മൗനം പാലിക്കുന്നതെന്നാണ്. ഇതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട് നല്ലതാണ്, നമ്മുടെ നാട് ലോകത്തിൻ്റെ മുന്നിൽ തിളങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നവർക്ക് വല്ല നേട്ടവും കിട്ടിയാലോ? ഞങ്ങളുടെ താല്പര്യമല്ലല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയമല്ലല്ലോ ഇവർ പറയുന്നത് എന്നുള്ള ഒരു തോന്നൽ ഈ പറയുന്ന മാപ്രകളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അവർ പറയും പാകിസ്ഥാൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ പാകിസ്ഥാനേക്കാൾ താഴെയാണ് ഇന്ത്യ, ഇവിടെ ദാരിദ്ര്യം കൂടുതലാണ്. പച്ചക്കള്ളമല്ലേ പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. പാകിസ്ഥാനിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില എത്രയെന്നറിയാമോ? ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 480 രൂപയാണ്. ഇന്ത്യയിൽ എത്ര രൂപയാണ്? ഇന്ത്യയിൽ ഇപ്പോൾ കൂട്ടിയ 3-4 രൂപ കൂട്ടിയാൽ തന്നെ 110 രൂപയ്ക്ക് അപ്പുറം പോയിട്ടില്ല. ഡൽഹിയിൽ അതിലും താഴെയാണ് വില എന്നുള്ളത്. ഈ പറയുന്ന മറ്റ് നമ്മുടെ കൊച്ചിയിലുള്ള വിലയല്ല തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് പോലെ ഓരോ മേഖലയിലും ഇതിൻ്റെ സഞ്ചരിക്കുന്ന ഈ ലോഡ് സഞ്ചരിക്കുന്ന ദൂരം അനുസരിച്ച് ഇതിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമല്ലോ. ഏതായാലും ഇങ്ങനെയാണ് വസ്തുത എന്നതിരിക്കെ നമ്മുടെ മാധ്യമങ്ങൾ ഈ വസ്തുതകളല്ല പറയാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സത്യങ്ങളെല്ലാം തന്നെ ജനങ്ങളോട് പറയേണ്ടി വരുന്നത്. ഗൊദ്ദാർഡ്സ് ഓസ്ട്രോനോട്ട്സ് അവാർഡ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ, അതായത് ഈ പറയുന്ന ആസ്ട്രോനോട്ട്സിൻ്റെ ഇടയിലൊക്കെ അറിയപ്പെടുന്നത് ഒരു നൊബേൽ പോലെയൊക്കെയാണ്. അത്രയും വലിയ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന്. എന്തിനാണ് ഈ അവാർഡ് ലഭിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയാൻ മിഷൻ 3 നമ്മൾ നടത്തിയ ഏറ്റവും വലിയ ദൗത്യം, ആ വലിയൊരു ദൗത്യത്തിനാണ് അവാർഡ് ലഭിച്ചത് എന്നാണ്. നമ്മുടെ ഈ പറയുന്ന പുരസ്കാരം ലഭിക്കുന്നത് എന്ന് പറയുന്നത് ബഹിരാകാശ രംഗത്തെ വലിയ നേട്ടങ്ങൾക്ക്, അതുപോലെ തന്നെ വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ISRO എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാന സ്ഥാപനമാണ്. ഒരുപാട് കാലത്തെ നിരന്തരമായ ത്യാഗത്തിലൂടെ ഒരുപാട് ശാസ്ത്രജ്ഞർ, ദേശസ്നേഹികളായ ഒരുപാട് ശാസ്ത്രജ്ഞർ അവർ പഠിച്ചെടുത്ത വിദ്യ വിദേശത്ത് കൊണ്ടുപോയി വിൽക്കാതെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യം വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. റോബർട്ട് എച്ച് ഗോർദാർഡിൻ്റെ ഒരു സ്മരണാർത്ഥമായിട്ടാണ് ഈ അവാർഡ് ഇവർ നൽകുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഇന്ധന റോക്കറ്റുകളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഫ്യൂൽ ഉപയോഗിച്ച് കുതിക്കുന്ന റോക്കറ്റുകൾ നിർമ്മിച്ച റോബർട്ട് എച്ച് ഗൊദ്ദാർഡിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പറയുന്ന അവാർഡ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ RS ഗൊദ്ദാർഡ് വലിയ മികച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ചന്ദ്രയാൻ ഈ പറയുന്ന ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഇന്ത്യയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് എന്നുള്ളതാണ്. അങ്ങനെ ചന്ദ്രോപരിതലത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യ ഈ പറയുന്ന ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ, ചന്ദ്രയാൻ 1, 2 കഴിഞ്ഞിട്ട് 3 നേടി എന്നുള്ളതാണ്.
അത് മാത്രവുമല്ല, മനുഷ്യവാസത്തിന് ചന്ദ്രൻ്റെ ഉപരിതലം എത്രത്തോളം പ്രയോജനപ്പെടും, അതിൻ്റെ അന്തരീക്ഷം എങ്ങനെയാണ്, ഭൂമിയുടെ അതിൻ്റെ ഈ പറയുന്ന ഉപരിതല ഘടന എങ്ങനെയാണ്, ആ ഘടന മനുഷ്യവാസത്തിന് യോഗ്യമാണോ, എന്തൊക്കെ സാധ്യതകളും സാഹചര്യങ്ങളുമാണ് അവിടെയുള്ളത്, അത് ഈ പറയുന്ന ഭൂമിയുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു തുടങ്ങി നിരവധി കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ആ പറയുന്ന ചന്ദ്രയാൻ 3 ഉപയോഗപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെ വലിയ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. അത് ലോകത്തിൻ്റെ ശാസ്ത്ര ഗവേഷണ രംഗത്ത് ഈ പറയുന്ന ബഹിരാകാശ അന്യഗ്രഹ ഗവേഷണ രംഗത്തൊക്കെ തന്നെ വലിയ തോതിലുള്ള സംഭാവനകൾക്ക് സാധ്യത കുറിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കണ്ടെത്തലുകൾ ലോകം ആദരിക്കുന്നത്. അപ്പോൾ ലോകം ആദരിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയുടെ ഓർഗനൈസേഷന്, സ്പേസ് ഓർഗനൈസേഷൻ അവാർഡുകൾ നൽകിക്കൊണ്ടാണ്. ഇത് മാത്രവുമല്ല, നമ്മുടെ പല കാര്യങ്ങൾക്കും ISRO ചെയ്തിരിക്കുന്ന സംഭാവനകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണെന്നുള്ളത്. നമ്മൾ വിചാരിക്കും, ഈ പറയുന്ന പലരും ചോദിക്കാറുണ്ട്, ബഹിരാകാശത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടെന്നാണ് അത് അമേരിക്കയുടെ നാസ ചെയ്യുന്നില്ലേ, ഈ പറയുന്ന മറ്റ് ബഹിരാകാശ ഏജൻസികൾ ചെയ്യുന്നില്ലേ, നമ്മൾ എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്? ISRO ചെയ്യുന്ന ബഹിരാകാശത്തെ കാര്യങ്ങൾ മാത്രമല്ല, അവർ കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള ബഹിരാകാശത്തെയോ ഇല്ലെങ്കിൽ നമ്മുടെ അന്യഗ്രഹങ്ങളിലെയോ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തൊട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ സ്റ്റെൻറ്റുകളെന്നൊക്കെ കേൾക്കാറില്ലേ, ഈ പറയുന്ന സ്റ്റെൻറ്റുകളിൽ പലതും ISROയുടെ സംഭാവനകളാണ്. നമ്മുടെ ആരോഗ്യരംഗത്തുള്ള പല മെഷീനുകളും പല രീതിയിലുള്ള ചികിത്സാ ഉപകരണങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ISROയുടെ സംഭാവനയാണ്. അതിനെപ്പറ്റിയൊന്നും പലപ്പോഴും പുറത്തേക്ക് വരാറുള്ള ശാസ്ത്രജ്ഞന്മാരടക്കമുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം. ഒരു വികലാംഗനായ മനുഷ്യന് സഹായകമാകുന്ന ഉപകരണം മുതൽ ഈ പറയുന്ന വർണ്ണാന്ധതയ്ക്ക് ഉപയോഗിക്കുന്ന കണ്ണടകൾ പോലെ അങ്ങനെ നിശാന്തത, വർണ്ണാന്ധത തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടുപിടുത്തങ്ങൾ മുതൽ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ സ്റ്റെൻറ്റുകൾ വരെ നമ്മളുടെ ISRO കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് പുതിയൊരു അർത്ഥതലമുണ്ടാക്കാൻ, അവൻ്റെ ജീവന് രക്ഷയേകാൻ, അവന് വൈജ്ഞാനിക രംഗം തുറന്നു കൊടുക്കാൻ, അവന് ലോകത്തിന് പുറത്തേക്കുള്ള സാധ്യതകളെ കാണിച്ചു കൊടുക്കാനൊക്കെ നിരന്തരം പ്രയത്നിക്കുന്നത് നമ്മളുടെ കാർഷിക രംഗത്ത് പോലും ISRO ഇല്ലെങ്കിൽ നമുക്കൊരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ കാലാവസ്ഥയെ പറ്റിയായാലും ശരി തന്നെ, നമ്മുടെ ഭൂമിയുടെ ഘടന, നമ്മുടെ കൃഷിയുടെ രീതികൾ, വിളകളുടെ മേന്മയ്ക്ക്, ഇതിനെല്ലാത്തിനും നിരന്തരം നമുക്ക് ഒന്നും ഒഴിവാക്കാൻ കഴിയാത്ത എല്ലാ സമസ്ത മേഖലകളിലും ISRO പോലെ ഒരു സ്ഥാപനം നടത്തുന്ന സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. അതൊരു സാധാരണക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അത്രയേറെ സംഭാവനകളാണ് ISRO എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം നമുക്ക് വേണ്ടി നിരന്തരം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന നേട്ടം, അവരാദരിക്കപ്പെടുന്നത്, അവിടുത്തെ ശാസ്ത്രജ്ഞർ, നമുക്ക് എല്ലാ ശാസ്ത്രജ്ഞരുടെ ഒന്നും പേരൊന്നും അറിയാൻ കഴിയില്ല കേട്ടോ. അവർ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്നവരുണ്ട്, നല്ല ശമ്പളമൊക്കെ ഉണ്ട്. അവർ പ്രധാനപ്പെട്ട നമ്മുടെ ശാസ്ത്രജ്ഞർ തന്നെയാണ്. അവർക്ക് എല്ലാ ഫെസിലിറ്റികളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവർ പലപ്പോഴും രഹസ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ വരെയും രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. എല്ലാവരും പരസ്യമായി ആദരിക്കപ്പെടണം എന്നില്ല. അതുകൊണ്ട് ISROയ്ക്ക് കിട്ടുന്ന വലിയ നേട്ടത്തെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. നമ്മുടെ ജീവൻ്റെ വിലയുള്ള, നമ്മുടെ നിത്യജീവിതത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്ന, നമ്മുടെ ആഹാരം മുതൽ നമ്മുടെ നിത്യോപയോഗത്തിനുള്ള സകല കാര്യങ്ങളിലും ഒരു പങ്ക് വഹിക്കുന്ന ISROയോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, അത് കടപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടോ ദൗർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ അത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. വാഷിങ്ടൺ DC വെച്ചിട്ടായിരുന്നു ഈ പുരസ്കാരം സമ്മാനിക്കപ്പെട്ടത്. ആ ചടങ്ങിൽ ഇന്ത്യയുടെ അംബാസഡറായിട്ടുള്ള വിനയ് കാത്ര ISROയ്ക്ക് വേണ്ടിയിട്ട് പുരസ്കാരം സ്വീകരിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഒരു ഗംഭീരമായ പ്രഭാഷണവും കൂടെ നടത്തി, നമ്മുടെ വിദേശത്തുള്ള അംബാസഡറായിട്ടുള്ള വിനയ് കാത്ര. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്പേസ് വിഷനെ പറ്റിയിട്ട്, ഇന്ത്യയുടെ ഈ പറയുന്ന സ്പേസ് മിഷനുമായിട്ട് 2047 സ്പേസ് വിഷൻ 2047 എന്ന് പറയുന്ന മോദിയുടെ സ്വപ്നമുണ്ട്. സ്വപ്ന പദ്ധതിയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ പൊതു സ്വകാര്യ പങ്കാളിത്തം, ബഹിരാകാശ മേഖലയിലുള്ള പൊതു സ്വകാര്യ പങ്കാളിത്തം, അതിൻ്റെ നൂതനമായ ടെക്നോളജികൾ ഇന്ത്യ അഡാപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി, അങ്ങനെ ലോകത്തിന് ഇന്ത്യ നൽകുന്ന സംഭാവനകളെ പറ്റി ഒക്കെ തന്നെ അദ്ദേഹം വിനയ് ക്വാത്ര കൃത്യമായി അവിടെ പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. നമ്മുടെ രാജ്യം നമുക്ക് അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുക, അവരെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇകഴ്ത്തലുകൾക്കല്ലേ നേരമുള്ളൂ.
രാജ്യത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുന്നത് വളരെ കുറവല്ലേ? അതിന് കാരണം എന്താണെന്നറിയാമോ? നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ശീലമാണ്. നമ്മൾക്ക് അവകാശങ്ങളെ പറ്റി മാത്രമാണ് സംസാരിക്കാനുള്ളത്. കടമകളെ പറ്റിയിട്ട് നമ്മൾ എന്താണ് സംഭാവന ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മുടെ കുട്ടിക്കാലത്തും കുടുംബത്തും നിന്നാണ്. ആ ശീലങ്ങൾ ചിലർക്ക് ഉണ്ടായെന്ന് വരില്ല. അവർക്ക് കുറ്റം മാത്രം കാണാനുള്ള കണ്ണുകളെ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഇത്തരം വാർത്തകൾ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇന്ത്യ ലൈവിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക.